സ്ത്രീ സുരക്ഷാ പദ്ധതി. സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. BPL വിഭാഗത്തിൽപ്പെട്ട 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷ നിങ്ങളുടെ അടുത്തുള്ള CSC അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കുന്നതിന് ഫോട്ടോ, ആധാർ, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ജനനത്തീയതി തെളിയിക്കുന്ന രേഖ എന്നിവ ആവശ്യമാണ്. ജനനത്തീയതി തെളിയിക്കുന്നതിന് ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവയിലൊന്ന് ഉപയോഗിക്കാം. ഇതൊന്നുമില്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറുടെ സാക്ഷ്യപത്രം ആണെങ്കിലും മതി. ജനനത്തീയതി തെളിയിക്കുന്നതിനായി സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്നവർ പേര്, അഡ്രസ്സ് എന്നിവ ആധാറിലും സ്കൂൾ സർട്ടിഫിക്കറ്റിലും ഒരുപോലെ അല്ലെങ്കിൽ വില്ലേജിൽ നിന്ന് ലഭിക്കുന്ന 1 and same സർട്ടിഫിക്കറ്റ് കൂടി വെക്കേണ്ടതാണ്. ഈ പദ്ധതിക്ക് കുറച്ച് നിബന്ധനകൾ കൂടിയുണ്ട്. കേരളത്തിൽ സ്ഥിരതാമസക്കാരായ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. അന്ത്യോദയ അന്ന യോജന അഥവാ മഞ്ഞക്കാർഡ്, AAY കാർഡ്, മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് എന്നീ റേഷൻ കാർഡുകൾ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെ വിവിധ സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷൻ, EPF പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർക്കും ഈ പദ്ധതി ആനുകൂല്യം ലഭിക്കില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. തെറ്റായ വിവരങ്ങൾ നൽകി ആനുകൂല്യം കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ 18% പലിശ സഹിതം തുക തിരിച്ചുപിടിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്നുവരെയാണെന്ന് പറഞ്ഞിട്ടില്ല. എങ്കിലും അർഹതയുള്ളവർ നേരത്തെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക.